നിമിഷപ്രിയയ്ക്കായി ബോച്ചെ ട്രസ്റ്റ് 1 കോടി രൂപ നൽകും. 4 ദിവസത്തിനകം ഒമാനിലെത്തി ചർച്ചകൾ തുടരുമെന്ന് ബോബി ചെമ്മണ്ണൂർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇയാളാണ് യമനിലുള്ള കൃഷി. ഇയാളെ വീടിന്റെ അടുത്തുണ്ട്. അയാളാണ് ബിസിനസ്മാൻ, നമ്മുടെ ദുബായിൽ ബിസിനസ് ചെയ്യുന്നതാണ്. അതിന്റെ കാരണവശാല് നമുക്കിപ്പോ പെട്ടെന്ന് തന്നെ കൈകാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മള് നിങ്ങളെ ഒരു ഗ്യാരണ്ടിയിൽ ഇവിടെ പിന്നെ സംസാരിക്കാനുണ്ടെങ്കിൽ റിലീസ് ആക്കിയ ഉടനെ ബാക്കി പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് അവർക്ക് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള പേയ്മെന്റ് പെട്ടെന്ന് തന്നെ ശരിയാക്കണം. നമുക്കിപ്പോ ഡിലേ പറ്റില്ല. അത് ചെയ്യാം. യമനിലെ പ്രാദേശിക നേതൃത്വവുമായി സംസാരിച്ച് ഇടനിലക്കാരുമായി ബോബി ചെമ്മണ്ണൂർ ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർ ചർച്ചകൾക്കായാണ് ഒമാനിലേക്ക് പോകുന്നത്. ഇത്തരം ഇടപാടുകളിൽ ചതിക്കണികൾക്ക് സാധ്യതയുണ്ടെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിനായി ആവുന്നതെല്ലാം ചെയ്യാനാണ് തീരുമാനം. ഇതിനുവേണ്ടി ഞാൻ ഒരു മാസം മുമ്പ് ശ്രമിച്ചിരുന്നു. അപ്പോ മനസ്സിലാക്കിയത് ഈ നിമിഷപ്രിയയുടെ ഹസ്ബൻഡായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ കുടുംബാംഗങ്ങള് വഴങ്ങുന്നില്ല, പൈസ മാത്രമല്ല അവരുടെ പ്രശ്നം എന്നതായിരുന്നു. ദുബായിലുള്ള യമനി ബിസിനസ്മാൻ അവിടുത്തെ ഗോത്രവർഗക്കാരൻ ഷെയ്ഖുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് റെഡിയായെന്ന് അദ്ദേഹം പറഞ്ഞ അറിവാണ് എനിക്ക്. അദ്ദേഹം പറയുന്നതും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൂഫ്. നാളെയോ മറ്റന്നാളോ ഒമാനിലേക്ക് പോവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കാരണം യമനിലേക്ക് നമുക്ക് പെട്ടെന്ന് വിസയൊന്നും കിട്ടില്ല, എളുപ്പമല്ല പോവാനായിട്ട്. ഒമാനിൽ എത്തിച്ചു തരാം എന്നൊക്കെയാണ് ഈ വീഡിയോ സഹിതം എന്നോട് പറഞ്ഞിട്ടുള്ളത് സംസാരിക്കുമ്പോൾ. എന്തായാലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ 1 കോടി നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ 14 ജില്ലകളിലും ഫാൻസ് കോർഡിനേറ്റേഴ്സുമായി സംസാരിച്ചു. അവരൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനും റെഡി ആയിട്ടുണ്ട്. ഇതിന് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയോ സഹായ കമ്മിറ്റിയോ മറ്റോ ഉണ്ട്. മായി ബന്ധപ്പെട്ട് അവരെന്തോരം പിരിച്ചിട്ടുണ്ടെന്ന് അറിയണം. മലയാളികള് എന്താ പറയാ, ഒരു അത്യാവശ്യം വന്നൊരു വികാരത്തിലെടുത്താൽ ഒരാവേശമുള്ളവരാണ്, പുലിക്കുട്ടികളാണ്. അവിടെ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്ന് തെളിയിച്ചല്ലോ. 34 കോടിക്ക് വരെ 44 കോടി അങ്ങോട്ട് തന്നു. ഞാൻ ആകെ 1 കോടി കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടെ പ്രവർത്തിക്കാം, സഹായിക്കാം, മുന്നോട്ട് വരണം എന്നൊക്കെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.